ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ സുപ്രധാന നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ്? 2005 ജൂൺ 15. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15-നാണ്. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതെന്നാണ്? 2005 ഒക്ടോബർ 12-ന്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15-നാണ്. എന്നാൽ വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണ്? മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ പ്രസ്ഥാനം മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ്. ഇതിൻ്റെ സ്ഥാപക അരുണ റോയിയാണ്. വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. 1997-ലാണ് തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ രാജ്യം സ്വീഡനാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ രാജ്യം സ്വീഡനാണ്. വിവരാവകാശ നിയമം പാസാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 55. വിവരാവകാശ നിയമം പാസാക്കുന്ന 55-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമം. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. വിവരാവകാശ നിയമം പാസ്സാക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 6. വിവരാവകാശ നിയമത്തിൽ 6 അധ്യായങ്ങളും 31 വകുപ്പുകളും 2 പട്ടികകളാണ് ഉള്ളത്. അപ്പോൾ വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6 വകുപ്പുകളുടെ എണ്ണം 31. വകുപ്പെന്ന് പറഞ്ഞാൽ സെക്ഷനാണ്. സെക്ഷനുകളുടെ എണ്ണം 31. പട്ടികകളുടെ എണ്ണം, പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂളിൻ്റെ എണ്ണം 2. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 3 ആണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 5 ആണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 5 ആണ്. വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 6. വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 6 ആണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകേണ്ട ഫീസ് എത്ര രൂപയാണ്? 10 രൂപ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകേണ്ട ഫീസ് 10 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണ്? ഒരു ദിവസത്തേക്ക് 250 രൂപയും പരമാവധി 25,000 രൂപയും. വിവരാവകാശ നിയമപ്രകാരം വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അങ്ങനെ വീഴ്ച വരുത്തുന്ന ഓരോ ദിവസത്തേക്കും 250 രൂപ വീതം പിഴയായി അടയ്ക്കണം. ഇങ്ങനെ കൊടുക്കാവുന്ന പരമാവധി പിഴത്തുക 25,000 രൂപയുമാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ ലഭിച്ച മറുപടി തൃപ്തികരമല്ലെങ്കിൽ അപ്പീൽ നൽകേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥന്.
പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ ലഭിച്ച മറുപടി തൃപ്തികരമല്ലെങ്കിൽ അപ്പീൽ നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഒന്നാം അപ്പീൽ നൽകിയിട്ടും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ട ആർക്കാണ്? സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ. ഒന്നാം അപ്പീൽ നൽകിയിട്ടും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനും അല്ലെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനോ ആണ്. എത്ര വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കുന്നത്? അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങൾ മാത്രമേ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതികൾ ഏതൊക്കെയാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും. വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതികൾ സുപ്രീം കോടതിയും ഹൈക്കോടതികളുമാണ്. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? കേന്ദ്ര ഇൻ്റലിജൻസും സെക്യൂരിറ്റി ഏജൻസികളും. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ കേന്ദ്ര ഇൻ്റലിജൻസും സെക്യൂരിറ്റി ഏജൻസികളുമാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ A4 A3 പേജുകളിൽ ലഭിക്കുന്നതിന് നൽകേണ്ട ഫീസ് എത്രയാണ്? പേജ് 1-ന് 3 രൂപ. മുമ്പ് 2 രൂപയായിരുന്നു, എന്നാൽ പുതുക്കിയ നിരക്കാണ് പേജ് 1-ന് 3 രൂപ. ഡിസ്ക്, ഫ്ലോപ്പി എന്നിവയിൽ വിവരം ലഭിക്കാൻ നൽകേണ്ട ഫീസ് 75 രൂപയാണ്. മുമ്പ് ഇത് 50 രൂപയായിരുന്നു, എന്നാൽ നിലവിൽ 75 രൂപയാക്കിയിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷാ ഫീസിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം ഏതാണ്? BPL വിഭാഗം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷാ ഫീസിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിഭാഗം BPL വിഭാഗമാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി എത്രയാണ്? 30 ദിവസം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി 30 ദിവസമാണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി 35 ദിവസവുമാണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകിയതെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി 35 ദിവസമാണ്. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്നതാണെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണമെന്നാണ്. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്നതാണെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി 48 മണിക്കൂറാണ്. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8(1) പ്രതിപാദിക്കുന്നത് എന്താണ്? വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയെക്കുറിച്ചാണ്. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8(1) പ്രതിപാദിക്കുന്നത് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയെക്കുറിച്ചാണ്. വിവരാവകാശ അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി എത്രയാണ്? 5 ദിവസം. വിവരാവകാശ അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസമാണ്. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചതാരാണ്? 2019 ജൂലൈ 19-ന് ജിതേന്ദ്ര സിംഗ് ആണ് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 2019 ജൂലൈ 11 ജിതേന്ദ്ര സിംഗ്. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭ പാസാക്കിയതെന്നാണ്? 2019 ജൂലൈ 22-ന്. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 25-നുമാണ്. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചതെന്നാണ്? 2019 ഓഗസ്റ്റ് 1-ന്. അപ്പോൾ ഈ 3 ചോദ്യങ്ങളും ഒന്നുകൂടെ വായിക്കാം. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 22-നും ഈ ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 25-നും ഈ ബില്ലിൽ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1-നുമാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായത് ഏത് ഭേദഗതിയിലൂടെയാണ്? 2019 വിവരാവകാശ നിയമ ഭേദഗതി.
മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായത് 2019 വിവരാവകാശ നിയമ ഭേദഗതിയിലൂടെയാണ്. 2019 വിവരാവകാശ നിയമ ഭേദഗതിയിലൂടെ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര വർഷമായിട്ടാണ് ചുരുക്കിയത്? 3 വർഷം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിലവിലെ ശമ്പളം എത്രയാണ്? 2.5 ലക്ഷം രൂപ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിലവിലെ ശമ്പളം 2,50,000 രൂപയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം 2.25 ലക്ഷം രൂപയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം 2.25 ലക്ഷം രൂപയാണ്. വിവരാവകാശ ഭേദഗതി നിയമം 2019 പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ്? 13, 16, 27. വിവരാവകാശ ഭേദഗതി നിയമം 2019 പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകളാണ് വകുപ്പ് 13, 16, 27 എന്നിവ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ആരാണ്? ഷാഹിദ് റാസ ബെർണായി. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ഷാഹിദ് റാസ ബെർണായി ആണ്. കൃത്യമായ വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തിയ ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. വിവരാവകാശ നിയമത്തിൽ കൃത്യമായ വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തിയ ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 12 പ്രകാരം. സെക്ഷൻ 12 പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതാണ്? മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരുമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന 3 അംഗ സമിതി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന 3 അംഗ സമിതിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പാകെയാണ്? രാഷ്ട്രപതിയുടെ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവനാണ്. ന്യൂഡൽഹിയിലെ CIC ഭവനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണ്? ദീപക് സന്ധു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു ആണ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. ഇദ്ദേഹം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്ന 12ാമത്തെ വ്യക്തിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ
ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥയും ഉൾപ്പെടുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 13. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥയും ഉൾപ്പെടുന്ന വകുപ്പ് സെക്ഷൻ 13 ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 14. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 14 ആണ്. 2019 വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 2019 വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലയളവിലേക്കോ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെയോ കൂടാതെ കാലാവധി 5 വർഷത്തിൽ കൂടാൻ പാടില്ല എന്നുമാണ് വ്യവസ്ഥ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്നൊരു കാലയളവിലേക്കാണ് നിയമിക്കുന്നത്. ഇത് 65 വയസ്സ് പൂർത്തിയാകുമ്പോൾ അവരതിൽ നിന്നും മാറണം. അതുപോലെ തന്നെ ഈ കാലാവധി 5 വർഷത്തിൽ കൂടാൻ പാടില്ല എന്നും വ്യവസ്ഥയുണ്ട്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? അതും കേന്ദ്രത്തിലെ പോലെ തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടാകും, 10ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെയും അംഗസംഖ്യ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 15ൽ 2 ആണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 15ൽ 2. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന 3 അംഗ സമിതിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവർ അടങ്ങുന്ന 3 അംഗ സമിതി. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? ഗവർണർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പാകെയാണ്? ഗവർണർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പാകെയാണ്? ഗവർണറുടെ മുമ്പാകെ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥകളും പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 16. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥയും പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 16 ആണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞു, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെയും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെയും അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ പ്രായപരിധി എത്രയാണ്? 65 വയസ്സ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ പ്രായപരിധി 65 വയസ്സാണ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ്. കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ബി ഹരി നായർ. കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബി ഹരി നായർ ആണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. വിവരാവകാശ നിയമം അപ്പീൽ അപേക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 19. വിവരാവകാശ നിയമത്തിൽ അപ്പീൽ അപേക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 19 ആണ്. എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാമത്തെ അപ്പീൽ സമർപ്പിക്കേണ്ടത്? മറുപടി ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ.
എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത്? ആദ്യത്തെ അപേക്ഷയ്ക്ക് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ ആദ്യത്തെ അപേക്ഷയ്ക്ക് മറുപടി ലഭിക്കേണ്ട ആ സമയപരിധി തീരുന്ന ആ ദിവസം മുതൽ 30 ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടതാണ്. എത്ര ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത്? 90 ദിവസത്തിനുള്ളിൽ. ഒന്നാം അപ്പീലിന് ലഭിച്ച മറുപടിയിൽ തൃപ്തിയില്ലെങ്കിൽ രണ്ടാം അപ്പീൽ സമർപ്പിക്കാനുള്ള സമയപരിധി 90 ദിവസമാണ്. ഒന്നാം അപ്പീൽ തീർപ്പാക്കാനുള്ള സമയപരിധി എത്രയാണ്? 30 ദിവസമാണ്. ഒന്നാം അപ്പീൽ തീർപ്പാക്കാനുള്ള സമയപരിധി 30 ദിവസവും രണ്ടാം അപ്പീൽ തീർപ്പാക്കാനുള്ള സമയപരിധി അത് പ്രത്യേകം പറഞ്ഞിട്ടില്ല എവിടെയും. രണ്ടാം അപ്പീൽ തീർപ്പാക്കുന്നതിനുള്ള സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല. വിവരാവകാശ നിയമത്തിലെ പിഴകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 20. വിവരാവകാശ നിയമത്തിൽ പിഴകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 20 ആണ്. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഏത് വകുപ്പിലാണ്? സെക്ഷൻ 8-ലാണ്. വിവരാവകാശ അപേക്ഷ നിരസിക്കുന്നതിനെക്കുറിച്ച് ചില പ്രത്യേക കാരണങ്ങളാൽ വിവരാവകാശ അപേക്ഷ നമുക്ക് നിരസിക്കാൻ സാധിക്കും. അത് പറയുന്നത് സെക്ഷൻ 8-ലാണ്. വിവരാവകാശ കമ്മീഷണർമാരുടെ അധികാരങ്ങളും ചുമതലകളും പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 18. വിവരാവകാശ കമ്മീഷണർമാരുടെ അധികാരങ്ങളും ചുമതലകളും പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 18-ആണ്. വിവരാവകാശ നിയമത്തിൽ മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 11. വിവരാവകാശ നിയമത്തിൽ മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 11-ആണ്. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണ്? 40 ദിവസമാണ്. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ മറുപടി നൽകേണ്ട സമയപരിധി 40 ദിവസമാണ്. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ട സമയപരിധി എത്രയാണ്? 5 ദിവസം. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ട സമയപരിധി 5 ദിവസമാണ്. വിവരാവകാശ നിയമത്തിൽ നിർവചനങ്ങൾ അടങ്ങിയിട്ടുള്ള സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2. വിവരാവകാശ നിയമത്തിൽ നിർവചനങ്ങൾ അടങ്ങിയിട്ടുള്ള സെക്ഷൻ 2-ആണ്. ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് വിവരാവകാശത്തെ ഒരു മൗലിക അവകാശമായി കണക്കാക്കാമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്? ആർട്ടിക്കിൾ 19(1)(a), അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം. വിവരാവകാശ നിയമത്തെ ഒരു മൗലിക അവകാശമാക്കി കണക്കാക്കാമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഈ വകുപ്പിൽ പ്രതിപാദിക്കുന്നത്. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം 2012. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരം ഒരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം 2012. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലയളവിനുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്നൊരു നിയമമാണ് സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലയളവിനുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം കൂടിയാണ് സേവനാവകാശ നിയമം. കേരള സർക്കാർ സേവനാവകാശ നിയമം നടപ്പിലാക്കിയത് എന്നാണ്? 2012 നവംബർ 1-ന്. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1-നാണ്. സേവനാവകാശ നിയമം നിലവിൽ വരുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഉമ്മൻചാണ്ടി. സേവനാവകാശ നിയമം നിലവിൽ വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. സേവനാവകാശ നിയമത്തിൽ സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 4. സേവനാവകാശ നിയമത്തിൽ സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 4-ആണ്. സേവനാവകാശ നിയമത്തിൽ സേവനം നൽകാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 5. സേവനാവകാശ നിയമത്തിൽ സേവനം നൽകാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 5-ആണ്. സേവനാവകാശ നിയമത്തിൽ അപ്പീൽ അപേക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 6-ആണ്. സേവനാവകാശ നിയമത്തിൽ അപ്പീൽ അപേക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 6-ആണ്. സേവനാവകാശ നിയമപ്രകാരം യഥാസമയം സേവനം നൽകാത്തതിന് നൽകുന്ന പിഴ എന്താണ്? വീഴ്ച വരുത്തുന്ന ഓരോ ദിവസത്തിനും 250 രൂപ ക്രമത്തിൽ പിഴ ചുമത്തേണ്ടതും കുറഞ്ഞ പിഴത്തുക 500 രൂപയായും പരമാവധി 5000 രൂപയായും പരിമിതപ്പെടുത്തേണ്ടതുമാണ്.
ഇപ്പോൾ സേവനാവകാശ നിയമപ്രകാരം യഥാസമയം സേവനം നൽകാത്തതിന് നൽകുന്ന പിഴ വീഴ്ച വരുത്തുന്ന ഓരോ ദിവസത്തിനും 250 രൂപ വീതം പിഴ ചുമത്തേണ്ടതും അത് തന്നെ കുറഞ്ഞ പിഴത്തുക 500 രൂപയുമായിരിക്കണം. പരമാവധി 5000-ൽ കൂടാനും പാടില്ല. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24-നാണ്. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24-നാണ്. 3 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 അതാണ് നിയമത്തിൻ്റെ പേര്. ഇതിന് പകരമായി 2019 ഒരു നിയമം നിലവിൽ വന്നു. ആ നിയമത്തിൻ്റെ പേരെന്താണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. അപ്പോൾ ഇവിടെ പലരും തെറ്റായി ധരിച്ചു വച്ചിരിക്കുന്നത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തിയതാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമമെന്നാണ്. അങ്ങനെയല്ല, ഇത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 30-നാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 30-നാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6-നാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്, നിയമത്തിൽ നല്ല ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9-നാണ്. അപ്പോൾ അങ്ങനെ ബില്ലിൽ വെക്കുമ്പോഴാണ് ബില്ല് നിയമമാകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പഠിക്കാം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9-നുമാണ്. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 30-ന്, രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6-ന്, രാഷ്ട്രപതി ഈ നിയമം ഇതിൽ ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9-ന്. ഇനി ഈ നിയമം നിലവിൽ വന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2020 ജൂലൈ 20-ന്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20-നാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന ആർക്കൊക്കെയാണ്? ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ഡയറക്ടർ ജനറൽക്കും ജില്ലാ കളക്ടർക്കുമാണ്. ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 24-ആണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്? മാർച്ച് 15. ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15-ആണ്. 2023 ലോക ഉപഭോക്തൃ അവകാശ ദിന പ്രമേയം എന്താണ്? എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻസ് എന്നാണ്. 2023 ലോക ഉപഭോക്തൃ അവകാശ ദിന പ്രമേയം എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻസ് എന്നാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചതാരാണ്? രാംവിലാസ് പാസ്വാൻ. 2019 ഉപഭോക്തൃ സംരക്ഷണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് രാംവിലാസ് പാസ്വാനാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2-9. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 2-9 ഉപഭോക്താക്കൾക്ക് അവരുടെ പരാതി ഓൺലൈനായി നൽകുന്നതിന് ഇന്ത്യൻ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ദാഹിൽ. ഉപഭോക്താക്കൾക്ക് അവരുടെ പരാതി ഓൺലൈനായി നൽകുന്നതിന് ഇന്ത്യൻ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആരംഭിച്ച പോർട്ടലാണ് ദാഹിൽ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 8. വകുപ്പുകളുടെ എണ്ണം 107-മാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 8-ഉം വകുപ്പുകളുടെ എണ്ണം, അതായത് സെക്ഷനുകളുടെ എണ്ണം 107-മാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പരാതിക്കാരനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്?
സെക്ഷൻ 2-ൽ 5. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പരാതിക്കാരനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 2-ൽ 5 ആണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉപഭോക്താവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 2-ൽ 7. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉപഭോക്താവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 2-ൽ 7 ആണ്. ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ. ഒരു ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നും തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമപരമായി സഹായിക്കാൻ ചുമതലയുള്ള സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ. ത്രിതല ഉപഭോക്തൃ കമ്മീഷനുകൾ ഏതെല്ലാമാണ്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ത്രിതല ഉപഭോക്തൃ കമ്മീഷനുകൾ ഏതൊക്കെയാണ്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? സെക്ഷൻ 53. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ 53 ആണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 1988. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിച്ച വർഷം 1988 ആണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഉപഭോക്തൃ ന്യായ ഭവൻ. ന്യൂഡൽഹിയിലെ ഉപഭോക്തൃ ന്യായ ഭവനാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആസ്ഥാനം. നിലവിലെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റ് ആരാണ്? ജസ്റ്റിസ് അമരേശ്വർ പ്രതാപ് സാഹി. നിലവിലെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റ് ജസ്റ്റിസ് അമരേശ്വർ പ്രതാപ് സാഹിയാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ജസ്റ്റിസ് വി ബാലകൃഷ്ണ ഏറാടി. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആദ്യ പ്രസിഡന്റ് ജസ്റ്റിസ് വി ബാലകൃഷ്ണ ഏറാടിയാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റിന്റെ കാലാവധി എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റിന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഈ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലെ മറ്റ് അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 67 വയസ്സാണ്. മറ്റ് അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 67 വയസ്സാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത എന്താണ്? സുപ്രീം കോടതിയിലെ നിലവിലെ ജഡ്ജിയോ വിരമിച്ച ജഡ്ജിയോ ആയിരിക്കണം. അതായത് സുപ്രീം കോടതി ജഡ്ജി പദവിയെങ്കിലും വഹിച്ച ആളിന് മാത്രമേ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ളൂ. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 42. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 42 ആണ്. സംസ്ഥാന ഉപഭോക്തൃ പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റിന്റെ യോഗ്യത എന്താണ്? ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം. സംസ്ഥാന ഉപഭോക്തൃ പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റ് ആകണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കണം. നിലവിലെ കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റ് ആരാണ്? ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ. നിലവിലെ കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹനാണ്. കേരള സംസ്ഥാന ഉപഭോക്തൃ പരിഹാര കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള സംസ്ഥാന ഉപഭോക്തൃ പരിഹാര കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 34. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ 34 ആണ്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റിന്റെ യോഗ്യത എന്താണ്? ജില്ലാ ജഡ്ജി ആകാനുള്ള യോഗ്യതയുള്ള വ്യക്തി ആയിരിക്കണം. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റിന്റെ യോഗ്യത ജില്ലാ ജഡ്ജി ആകാനുള്ള യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം.
കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? 2020 ജൂലൈ 24. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത് 2020 ജൂലൈ 24-നാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നിലവിലെ കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? പീയൂഷ് ഗോയൽ. നിലവിലെ കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലാണ്. കേരള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? GR അനിൽ. കേരള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ മന്ത്രി GR അനിലാണ്. ഉപഭോക്താക്കളെ ശാക്തീകരിക്കാനും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം സൃഷ്ടിക്കാനും പുറത്തിറക്കിയ ചിഹ്നമാണ് ജാഗൃതി. ഉപഭോക്താക്കളെ ശാക്തീകരിക്കാനും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം ഉണ്ടാക്കാനും പുറത്തിറക്കിയ ചിഹ്നമാണ് ജാഗൃതി. അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്ന സർക്കാർ വകുപ്പ് ഏതാണ്? ലീഗൽ മെട്രോളജി. അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്ന സർക്കാർ വകുപ്പ് ലീഗൽ മെട്രോളജിയാണ്. മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്ന സർക്കാർ വകുപ്പ് ഏതാണ്? ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ്. മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്ന സർക്കാർ വകുപ്പ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന സർക്കാർ വകുപ്പ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് നൽകുന്ന മുദ്രയാണ് ISI മുദ്ര. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് നൽകുന്ന മുദ്രയാണ് ISI മുദ്ര. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ നിലവാരം സാക്ഷ്യപ്പെടുത്തുന്ന മുദ്രയാണ് ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ, അതായത് FPO. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ നിലവാരം സാക്ഷ്യപ്പെടുത്തുന്ന മുദ്രയാണ് ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് BIS ഹാൾമാർക്ക്. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് BIS ഹാൾമാർക്ക്. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് നൽകുന്ന ചിഹ്നമാണ് അഗ്മാർക്ക്. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് നൽകുന്ന ചിഹ്നമാണ് അഗ്മാർക്ക്. 50 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും എതിരെയുള്ള പരാതികൾ നൽകേണ്ടത് ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷനാണ്. 50 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും എതിരെയുള്ള പരാതികൾ നൽകേണ്ടത് ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷനാണ്. 50 ലക്ഷം മുതൽ 2 കോടി വരെ മൂല്യമുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും എതിരെയുള്ള പരാതി സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. 2 കോടി രൂപയ്ക്ക് മുകളിൽ മൂല്യമുള്ള ചരക്കുകൾക്കും സേവനങ്ങൾക്കും എതിരെയുള്ള പരാതി സമർപ്പിക്കേണ്ടത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. അപ്പോൾ 50 ലക്ഷം രൂപ വരെ ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷനും 50 മുതൽ 2 കോടി രൂപ വരെ മൂല്യമുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും എതിരെയുള്ള പരാതികൾ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും 2 കോടി രൂപയ്ക്ക് മുകളിലുള്ളത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുമാണ് നൽകേണ്ടത്. അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? 1955 സിവിൽ അവകാശ സംരക്ഷണ നിയമം അഥവാ പൗരാവകാശ സംരക്ഷണ നിയമം. അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് 1955 സിവിൽ അവകാശ സംരക്ഷണ നിയമപ്രകാരമാണ്. സിവിൽ അവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? 1955 ജൂൺ 8-ന്. സിവിൽ അവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 1955 ജൂൺ 1-നാണ്. സിവിൽ അവകാശ സംരക്ഷണ നിയമം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? തൊട്ടുകൂടായ്മ നിരോധന നിയമം. സിവിൽ അവകാശ സംരക്ഷണ നിയമം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്ന പേരിലാണ്. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17 ആണ്. സിവിൽ അവകാശ സംരക്ഷണ നിയമം ലംഘിക്കുന്നവർക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? 2 വർഷം വരെ തടവ് ശിക്ഷ. സിവിൽ അവകാശ സംരക്ഷണ നിയമം ലംഘിക്കുന്നവർക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 2 വർഷം വരെ തടവ് ശിക്ഷയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളും
ചൂഷണങ്ങളും തടയുന്നതിനായി ശിക്ഷാ നടപടികൾ അടങ്ങിയിരിക്കുന്ന നിയമം ഏതാണ്? SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം അഥവാ SC/ST അട്രോസിറ്റീസ് ആക്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളും ചൂഷണങ്ങളും തടയുന്നതിനുള്ള ശിക്ഷാ നടപടികൾ അടങ്ങിയിരിക്കുന്ന നിയമമാണ് SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം അഥവാ SC/ST അട്രോസിറ്റീസ് ആക്ട്. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിൽ ഭേദഗതി ചെയ്തിട്ടുള്ള വർഷങ്ങൾ ഏതൊക്കെയാണ്? 2015 2018. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ള വർഷങ്ങൾ 2015 2018. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് എന്നാണ്? 1989 സെപ്റ്റംബർ 11. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് 1989 സെപ്റ്റംബർ 11. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? 1990 ജനുവരി 30. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം നിലവിൽ വന്നത് 1990 ജനുവരി 30. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാസാക്കുന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി. ഈ നിയമം പാസാക്കുന്ന സമയത്തായിരുന്നു രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി. എന്നാൽ ഈ നിയമം നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി VP സിംഗ് ആയിരുന്നു. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിന് അംഗീകാരം നൽകിയ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? R വെങ്കട്ടരാമൻ. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിന് അംഗീകാരം നൽകിയ ഇന്ത്യൻ രാഷ്ട്രപതി R വെങ്കട്ടരാമനാണ്. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ അന്വേഷിക്കേണ്ടത് ആരാണ്? ഡെപ്യൂട്ടി സൂപ്രണ്ട് അഥവാ DYSP റാങ്ക് മുതലുള്ള അതിന് മുകളിലോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിക്കേണ്ടത്. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 6. വകുപ്പുകളുടെ എണ്ണമോ? 23. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6ഉം വകുപ്പുകളുടെ എണ്ണം 23ആണ്. വകുപ്പ് എന്ന് പറയുന്നത് തന്നെയാണ് സെക്ഷൻ. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിൽ 2015 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത അധ്യായം ഏതാണ്? അധ്യായം 4A. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിൽ 2015 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത അധ്യായം 4A ആണ്. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള സമയപരിധി എത്രയാണ്? 30 ദിവസം. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള സമയപരിധി 30 ദിവസമാണ്. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമപ്രകാരമുള്ള കേസുകളിലെ ഇരകളുടെ പുനരധിവാസവും ധനസഹായവും അനുവദിക്കേണ്ടത് ആരാണ്? ജില്ലാ കളക്ടർ. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമപ്രകാരമുള്ള കേസുകളിലെ ഇരകളുടെ പുനരധിവാസവും ധനസഹായവും അനുവദിക്കേണ്ടത് ജില്ലാ കളക്ടറുടെ ചുമതലയാണ്. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമപ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ എത്രയാണ്? 6 മാസം തടവ്. ഏറ്റവും കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവുമാണ്. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമപ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ 6 മാസം തടവും ഏറ്റവും കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവുമാണ്. SC/ST വിഭാഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 341 1 ആർട്ടിക്കിൾ 342 1. SC/ST വിഭാഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ ആർട്ടിക്കിൾ 341 1 342 1. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിൽ അതിക്രമ കുറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 2. അധ്യായം 2ൽ 3 മുതൽ 9 വരെ വകുപ്പുകളിൽ അക്രമ നിരോധന നിയമത്തിൽ അതിക്രമ കുറ്റങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്ഥലം തട്ടിയെടുക്കുന്നത് കുറ്റകരമാണ് എന്ന് അനുശാസിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3ൽ F. SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്ഥലം തട്ടിയെടുക്കുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 3ൽ F ആണ്. SC/ST വിഭാഗത്തിൽ ഉള്ളവരെ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് അനുശാസിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3ൽ H.
SC/ST വിഭാഗത്തിൽ ഉള്ളവരെ അടിമപ്പണി ചെയ്യിക്കുന്നത് തെറ്റാണ് എന്ന് അനുശാസിക്കുന്ന വകുപ്പ് സെക്ഷൻ 3 H ആണ്. SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാനതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ആരാണ്? മുഖ്യമന്ത്രി. SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാനതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ മുഖ്യമന്ത്രിയാണ്. SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ആരാണ്? ജില്ലാ കളക്ടർ. SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ജില്ലാ കളക്ടറാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷകളെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷകളെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 3 ആണ്. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിൽ ഇരകളുടെയും സാക്ഷികളുടെയും അവകാശങ്ങളെപ്പറ്റി പറയുന്ന സെക്ഷൻ 15 A ആണ്. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമത്തിൽ ഇരകളുടെയും സാക്ഷികളുടെയും അവകാശങ്ങളെപ്പറ്റി പറയുന്ന സെക്ഷൻ 15 A ആണ്. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഏത് മൗലിക അവകാശത്തിലാണ് ഉൾപ്പെടുന്നത്? തുല്യതയ്ക്കുള്ള അവകാശം. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം തുല്യതയ്ക്കുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിലാണ് ഉൾപ്പെടുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ആദ്യമായി ഒരു കമ്മീഷൻ രൂപീകരിച്ചത് 1978 ഓഗസ്റ്റിൽ ബോല പാസ്വാൻ ശാസ്ത്രി ചെയർമാനായ കമ്മീഷനാണ്. 1978 ഓഗസ്റ്റിൽ ബോല പാസ്വാൻ ശാസ്ത്രി ചെയർമാനായ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ആദ്യമായി ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ഒരു കമ്മീഷൻ രൂപീകരിച്ചത്. ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1992 മാർച്ച് 12-നാണ്. ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1992 മാർച്ച് 12-നാണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ശ്രീ രാംദൻ. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ രാംദൻ ആയിരുന്നു. ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2003 89ാമത് ഭേദഗതി. ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷനെന്നും ദേശീയ പട്ടികവർഗ കമ്മീഷനെന്നും രണ്ടാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 2003 89ാം ഭേദഗതിയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 2004. ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് 2004-ലാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 338. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 338 ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 5. ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 5 ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ലോക് നായക് ഭവൻ, ന്യൂഡൽഹി. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം ലോക് നായക് ഭവനാണ്. ഇത് ന്യൂഡൽഹിയിലാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? സൂരജ് ഭാൻ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സൂരജ് ഭാനാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാനയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 338A. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 338A ആണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 2004. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2004-ആണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 5 പേർ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 5 ആണ്.
ദേശീയ പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. ദേശീയ പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ലോക് നായക് ഭവൻ, ന്യൂഡൽഹി. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക് നായക് ഭവനാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ കൻവർ സിംഗ് ആയിരുന്നു. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അന്തർ സിംഗ് ആര്യ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2007 സെപ്റ്റംബർ 11. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 2007 സെപ്റ്റംബർ 11. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 5. വകുപ്പുകളുടെ എണ്ണം 18. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 3 ആണ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഭവനാണ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആരാണ്? BS മാവോജി. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ BS മാവോജിയാണ്. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് 1215 മാഗ്ന കാർട്ടയാണ്. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10 ആണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം 1948 ഡിസംബർ 10 ആണ്. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കേണ്ട അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പൗരൻ്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണ്? 30. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പൗരൻ്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം 30 ആണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1993 സെപ്റ്റംബർ 28. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോക്സഭയിൽ പാസാക്കിയത് 1993 ഡിസംബർ 18-നാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം രാജ്യസഭയിൽ പാസാക്കിയത് 1993 ഡിസംബർ 22-നുമാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 1994 ജനുവരി 8-ന്. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 1994 ജനുവരി 8-നാണ്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 8. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 8 ആണ്. 1993 മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് 2 തവണ. അത് ഏതൊക്കെ വർഷങ്ങളിലാണ്? 2006-ലും 2019-ലും. മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ 2006-ഉം 2019-ഉമാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? സർവേ ഭവന്തു സുഖിന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം
സർവേ ഭവന്തു സുഖിന എന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? സെക്ഷൻ 3-ൽ 2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ 3-ൽ 2 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ചെയർമാനും 5 സ്ഥിര അംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ചെയർമാനും 5 സ്ഥിര അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാനുള്ള യോഗ്യത എന്താണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആകുന്ന വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിട്ടുള്ള ആളായിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? മാനവ് അധികാർ ഭവൻ. ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ അരുൺകുമാർ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ രംഗനാഥ് മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായ ഏക മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായ ഏക മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ദേവേന്ദ്രകുമാർ സിംഗ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ സെക്രട്ടറി ജനറൽ ദേവേന്ദ്രകുമാർ സിംഗ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും മറ്റംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആരുടെ മുമ്പാകെയാണ്? രാഷ്ട്രപതിയുടെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും മറ്റംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട സെക്ഷൻ 12 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറലാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ്? 1998 ഡിസംബർ 11. ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1998 ഡിസംബർ 11. ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് MM പരീതിപിള്ള. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീതിപിള്ളയാണ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് S മണികുമാർ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് S മണികുമാറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ എത്രയാണ്? ഒരു ചെയർമാനും 2 അംഗങ്ങളും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ ചെയർമാനും 2 അംഗങ്ങളും ഉൾപ്പെടെ 3 ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാനുള്ള യോഗ്യത എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാനുള്ള യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അതോ ജഡ്ജി പദവിയോ വഹിച്ച വ്യക്തി ആയിരിക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ്? ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി ചെയർപേഴ്സണാണ്. നിയമസഭാ സ്പീക്കർ, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള അംഗങ്ങളെ ശുപാർശ ചെയ്യുന്നത്.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയായിരിക്കും. ഈ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ നിയമസഭാ സ്പീക്കർ, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരുൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണറിന്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണറിനാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്ന ആരാണ്? രാഷ്ട്രപതി. ഇവിടെ മാത്രമാണ് മാറ്റമുള്ളത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കേ ഉള്ളൂ. ഗവർണറിന് ആ ഒരു അധികാരമില്ല. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 2019 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത്ഷാ. 2019 ജൂലൈ 8-നാണ് അമിത്ഷാ ഈ ഒരു ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 2019 മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയതെന്നാണ്? 2019 ജൂലൈ 19. 2019 മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 19-നാണ്. 2019 മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 22-നാണ്. 2019 മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 22-നാണ്. 2019 മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 2019 ജൂലൈ 27. 2019 മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ 27-നാണ്. ഭേദഗതി ചെയ്ത 2019 മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2019 ഓഗസ്റ്റ് 2-ന്. ഭേദഗതി ചെയ്ത 2019 മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 2-നാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്ന വർഷം ഏതാണ്? 1993 മെയ് 17. ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്ന വർഷം 1993 മെയ് 17-ആണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം എന്നാണ്? ഡിസംബർ 18. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ഡിസംബർ 18-ആണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ വൈസ് ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? ജോർജ് കുര്യൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ വൈസ് ചെയർമാനായ ആദ്യ മലയാളി ജോർജ് കുര്യനാണ്. നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. നിലവിലെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി ആരാണ്? സ്മൃതി ഇറാനി. നിലവിലെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി സ്മൃതി ഇറാനിയാണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2013 ജൂൺ 13-ന്. ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 2013 ജൂൺ 13-നാണ്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആരാണ്? എ റഷീദ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എ റഷീദാണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരം, ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്ന അവകാശങ്ങളാണ് ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരം, ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം. ഇനി നമ്മൾ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളും അവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടി പരിചയപ്പെടാം. അധ്യായം 1 പ്രാരംഭികമാണ്. അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. അധ്യായം 3 കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളെയും കുറിച്ച് പറയുന്നു. അധ്യായം 4 നടപടിക്രമങ്ങളെക്കുറിച്ചാണ്. അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. അധ്യായം 6 മനുഷ്യാവകാശ കോടതികളെക്കുറിച്ച് പറയുന്നു. അധ്യായം 7 ഫിനാൻസ്, അക്കൗണ്ടുകൾ, ഓഡിറ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അധ്യായം 8 മിസ്ലേനിയസ് ആണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്.
ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് കൂടി പഠിക്കാം. പ്രധാനമന്ത്രിയാണ് അതിൻ്റെ അധ്യക്ഷൻ, ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ. നമ്മൾ നേരത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്നൊരു കമ്മിറ്റിയെക്കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെയാണ് ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്ന ആ കമ്മിറ്റിയുടെ അംഗങ്ങളാണ് ചെയർമാൻ പ്രധാനമന്ത്രി ആയിരിക്കും, ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? 2007 ഡിസംബർ 29. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2007 ഡിസംബർ 29. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 നിലവിൽ വന്നതെന്നാണ്? 2008 സെപ്റ്റംബർ 24. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണാർത്ഥമുള്ള നിയമം 2007 നിലവിൽ വന്നത് 2008 സെപ്റ്റംബർ 24. ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 7. സെക്ഷനുകളുടെ എണ്ണം 32. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ടിലെ അധ്യായങ്ങളുടെ എണ്ണം 7, സെക്ഷനുകളുടെ എണ്ണം 32. ഈ നിയമപ്രകാരം മുതിർന്ന പൗരന്മാർ എന്നാൽ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും മുതിർന്ന പൗരന്മാർ എന്ന കാറ്റഗറിയിൽ വരും. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 പ്രകാരം പരാതി നൽകേണ്ട ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷൻ ആരാണ്? റവന്യൂ ഡിവിഷണൽ ഓഫീസർ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ ഓഫീസർ. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സിറ്റിസൺസ് ആക്ട് 2007 പ്രകാരം പരാതി നൽകേണ്ട ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷൻ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ ഓഫീസറാണ്. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 19. ഈ നിയമപ്രകാരം വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 19 മുതിർന്ന പൗരനെ സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ളവർ അവരെ ഏതെങ്കിലും സ്ഥലത്ത് ഉപേക്ഷിച്ചാൽ നൽകുന്ന ശിക്ഷ എന്താണ്? സെക്ഷൻ 24 പ്രകാരം 3 മാസം വരെ തടവോ 5000 രൂപ വരെ പിഴയോ, ചിലപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചോ നൽകാൻ സാധ്യതയുണ്ട്. മുതിർന്ന പൗരനെ സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ളവർ അവരെ ഏതെങ്കിലും സ്ഥലത്ത് ഉപേക്ഷിച്ചാൽ നൽകുന്ന ശിക്ഷ സെക്ഷൻ 24 പ്രകാരം 3 മാസം വരെ തടവോ 5000 രൂപ വരെ പിഴയോ ആണ്. സ്ത്രീകളെ ആദരിക്കുന്നത് മൗലിക കർത്തവ്യമാണെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 51A(e). സ്ത്രീകളെ ആദരിക്കുന്നത് മൗലിക കർത്തവ്യമാണെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ 51(a)(e) ആണ്. UN പൊതുസഭ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ തടയുന്നതിനുള്ള വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1967. UN പൊതുസഭ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ തടയുന്നതിനുള്ള വിളംബരം പുറപ്പെടുവിച്ച വർഷം 1967. ഗർഭഛിദ്ര നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1972 ഏപ്രിൽ 1. ഗർഭഛിദ്ര നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1972 ഏപ്രിൽ 1. ഗർഭഛിദ്ര നിരോധന നിയമപ്രകാരം ഗർഭഛിദ്രം നിരോധിക്കുന്നത് 20 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഗർഭഛിദ്രമാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അതിനു മുമ്പുള്ളത് ഗർഭഛിദ്രം നടത്താം. 20 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഗർഭഛിദ്രം നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ലൈംഗിക പീഡനത്തിന് ഇരയായവർ, പ്രായപൂർത്തിയാകാത്തവർ, ഗർഭകാലത്ത് വിധവയാകുന്നവർ, ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവർക്ക് ഗർഭഛിദ്രത്തിന് 24 ആഴ്ച വരെ സമയം അനുവദിച്ച കേന്ദ്ര നിയമ ഭേദഗതി നിലവിൽ വന്നത് എന്നാണ്? 2021 സെപ്റ്റംബർ 24. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് 20 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഗർഭഛിദ്രം നിരോധിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇതിനൊരു ഇളവ് ഉള്ളത് 2021 സെപ്റ്റംബർ 24 വന്ന കേന്ദ്ര നിയമ ഭേദഗതിയിൽ
ഏതൊക്കെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് ഇളവുള്ളത്? ലൈംഗിക പീഡനത്തിന് ഇരയായവർ, പ്രായപൂർത്തിയാകാത്തവർ, ഗർഭകാലത്ത് വിധവയാകുന്നവർ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവർക്ക് ഗർഭചിത്രത്തിന് 24 ആഴ്ച വരെ സമയം അനുവദിച്ചിട്ടുള്ള ഭേദഗതിയാണ് 2021 സെപ്റ്റംബർ 24 നിലവിൽ വന്നത്. ഇൻഡീസെന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? 1986. ഇൻഡീസെന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ആക്ട് പാർലമെന്റ് പാസാക്കിയത് 1986 സ്ത്രീ ശാക്തീകരണത്തിനായി പൂർണ്ണശക്തി ദൗത്യം ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച വർഷം ഏതാണ്? 2010. സ്ത്രീ ശാക്തീകരണത്തിനായി പൂർണ്ണശക്തി ദൗത്യം ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ചത് 2010. ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2013 ഡിസംബർ 9. ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്ന വർഷം 2013 ഡിസംബർ 9. ഇന്ത്യയിൽ കുടുംബ കോടതി നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1984. ഇന്ത്യയിൽ കുടുംബ കോടതി നിയമം നിലവിൽ വന്ന വർഷം 1984. കേരളത്തിൽ കുടുംബ കോടതികൾ സ്ഥാപിതമായ വർഷം ഏതാണ്? 1992. കേരളത്തിൽ കുടുംബ കോടതികൾ സ്ഥാപിതമായ വർഷം 1992. സതി നിരോധന നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1987. സതി നിരോധന നിയമം പാസാക്കിയ വർഷം 1987. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 25. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത് നവംബർ 25. അന്തർദേശീയ വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. അന്തർദേശീയ വനിതാ ദിനം മാർച്ച് 8. വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ ആസ്പദമായ കേസ് ഏതാണ്? 1985 ഷാബാനു കേസ്. വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ ആസ്പദമായ കേസ് 1985 ഷാബാനു കേസാണ്. ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമം തടയുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ ആസ്പദമായ കേസ് ഏതാണ്? 1997 വിശാഖ കേസ്. ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമം തടയുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ ആസ്പദമായ കേസ് 1997 വിശാഖ കേസാണ്. സ്ത്രീ ശാക്തീകരണ വർഷമായി ഭാരത സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2001. സ്ത്രീ ശാക്തീകരണ വർഷമായി ഭാരത സർക്കാർ പ്രഖ്യാപിച്ച വർഷം 2001. ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 2001. ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കിയ വർഷം 2001. ഹിന്ദു മാരേജ് ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? 1955 മെയ് 18. ഹിന്ദു മാരേജ് ആക്ട് പാസാക്കിയ വർഷം 1955 മെയ് 18. ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ്? 1961 ജൂലൈ 1. ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961 ജൂലൈ 1. സ്ത്രീധന നിരോധന നിയമത്തിൽ ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതെല്ലാമാണ്? 1984 1986. സ്ത്രീധന നിരോധന നിയമത്തിൽ ഭേദഗതി ചെയ്ത വർഷങ്ങൾ 1984 1986. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിന് നൽകുന്ന കുറഞ്ഞ ശിക്ഷ എത്രയാണ്? 7 വർഷം തടവ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിന് നൽകുന്ന കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവുമാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിന് നൽകുന്ന കുറഞ്ഞ ശിക്ഷ 7 വർഷം തടവും കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവുമാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? 6 മാസത്തിൽ കുറയാത്തതും 2 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും 10,000 രൂപ പിഴയും. സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ ലഭിക്കാവുന്ന ശിക്ഷ 6 മാസത്തിൽ കുറയാത്തതും 2 വർഷം വരെ ആകാവുന്നതുമായ തടവും 10,000 രൂപ പിഴയും. സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന സർക്കാരിന്. സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 1990 ഓഗസ്റ്റ് 30. ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1990 ഓഗസ്റ്റ് 30. ദേശീയ വനിതാ കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 പേർ.
ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 പേരാണ് ഉള്ളത്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ ആരാണ്? അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്താണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക് ആയിരുന്നു. ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ രേഖ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? നിർഭയ ഭവൻ. ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ്? രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷന്റെ വെബ് പോർട്ടലിന്റെ പേരെന്താണ്? നാരി. ദേശീയ വനിതാ കമ്മീഷന്റെ വെബ് പോർട്ടലാണ് നാരി. ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 5 അധ്യായങ്ങളും 17 സെക്ഷനുകളും. ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 5 അധ്യായങ്ങളും സെക്ഷനുകൾ 17 സ്ത്രീകൾക്ക് വേഗത്തിലുള്ളതും ചെലവ് കുറഞ്ഞ രീതിയിലും നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ച ആശയം എന്താണ്? പരിവാരിക് മഹിളാ ലോക് അദാലത്ത്. സ്ത്രീകൾക്ക് വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ആശയമാണ് പരിവാരിക് മഹിളാ ലോക് അദാലത്ത്. കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1995 ഡിസംബർ 1-നാണ്. കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1995 ഡിസംബർ 1-ന്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1996 മാർച്ച് 14. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14-നാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 പേർ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അംഗസംഖ്യ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 5 വർഷം. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ സുഗതകുമാരിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? പി സതീദേവി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ പി സതീദേവിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം എന്താണ്? സ്ത്രീ ശക്തി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? 2005 സെപ്റ്റംബർ 13-ന്. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2005 സെപ്റ്റംബർ 13-നാണ്. ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ്? 2006 ഒക്ടോബർ 26-ന്. ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമായിരുന്നു. ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന സമയത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായിരുന്നു. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 5. വകുപ്പുകളുടെ എണ്ണം 37. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 5-ഉം വകുപ്പുകളുടെ എണ്ണം 37. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഗാർഹിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 2. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഗാർഹിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം 2 ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസർമാർ, സേവനദാതാക്കൾ എന്നിവരുടെ അധികാരങ്ങളും ചുമതലകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 3. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസർമാർ, സേവനദാതാക്കൾ എന്നിവരുടെ അധികാരങ്ങളും ചുമതലകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന അധ്യായം 3 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത്? 18. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം
18 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത്. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പീഡനങ്ങളെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ശാരീരിക പീഡനം, ലൈംഗിക പീഡനം, സാമ്പത്തിക പീഡനം, വാക്കാലോ വൈകാരികമോ ആയ പീഡനം. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പീഡനങ്ങളെ 4ആയി തരംതിരിച്ചിരിക്കുന്നത് ശാരീരിക പീഡനം, ലൈംഗിക പീഡനം, സാമ്പത്തിക പീഡനം, വാക്കാലോ വൈകാരികമോ ആയ പീഡനം എന്നിങ്ങനെയാണ്. ഗാർഹിക പീഡനത്തിന് ഇരയായ സ്ത്രീക്ക് എല്ലാ സഹായവും നൽകേണ്ടത് ആരുടെ കടമയാണ്? പ്രൊട്ടക്ഷൻ ഓഫീസറുടെയും സേവനദാതാവിൻ്റെയും. ഗാർഹിക പീഡനത്തിന് ഇരയായ സ്ത്രീക്ക് എല്ലാ സഹായവും നൽകേണ്ടത് ആരുടെ കടമയാണ്? പ്രൊട്ടക്ഷൻ ഓഫീസറുടെയും സേവനദാതാവിൻ്റെയും. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആർക്കാണ്? പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ സേവനദാതാവ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ്. ഈ 4 പേരിൽ ആർക്ക് വേണമെങ്കിലും പരാതി നൽകാം. ഈ നിയമപ്രകാരം കേസുകളിൽ വിചാരണ നടത്താനുള്ള അധികാരം മജിസ്ട്രേറ്റിനുമാണ്. അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതി നൽകേണ്ടത് ഒന്നെങ്കിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ സേവനദാതാവ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ്. എന്നാൽ ഈ നിയമപ്രകാരം കേസുകളിൽ വിചാരണ നടത്താൻ അധികാരമുള്ളത് മജിസ്ട്രേറ്റിന് മാത്രമാണ്. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഷെൽട്ടർ ഹോമുകളുടെ ചുമതലകളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 6. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഷെൽട്ടർ ഹോമുകളുടെ ചുമതലകളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 6 ആണ്. പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലകളെയും പ്രവർത്തനങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 9. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലകളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 9 ആണ്. സേവനദാതാക്കളെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 10 ആണ്. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ സേവനദാതാക്കളെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 10 ആണ്. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ മജിസ്ട്രേറ്റിനുള്ള അപേക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 12. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ മജിസ്ട്രേറ്റിനുള്ള അപേക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 12 ആണ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതി ലഭിച്ചാൽ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് അതായത് DIR തയ്യാറാക്കി മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ട ചുമതല ആർക്കാണ്? പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ സേവനദാതാവിന്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതി ലഭിച്ചാൽ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ട ചുമതല പ്രൊട്ടക്ഷൻ ഓഫീസറിനോ അല്ലെങ്കിൽ സേവനദാതാവിനോ ആണ്. ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ ഗുണഭോക്താക്കൾ ആരെല്ലാമാണ്? സ്ത്രീകളും കുട്ടികളും. ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ ഗുണഭോക്താക്കൾ സ്ത്രീകളും കുട്ടികളുമാണ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനുള്ള സമയപരിധി എത്രയാണ്? 30 ദിവസം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനുള്ള സമയപരിധി 30 ദിവസമാണ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം എല്ലാ ജില്ലകളിലും പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 8-ൽ 1. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം എല്ലാ ജില്ലകളിലും പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത് സെക്ഷൻ 8-ൽ 1 പ്രകാരമാണ്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന പ്രധാന നിയമങ്ങൾ ഏതെല്ലാമാണ്? ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും പോക്സോ നിയമവും. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന പ്രധാന നിയമങ്ങൾ ആണ് ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും പോക്സോ ആക്റ്റും. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആക്ട് 2005 പാസ്സാക്കിയത് എന്നാണ്? 2005-ൽ പാസ്സാക്കിയ നിയമമാണിത്. ഇത് നിലവിൽ വന്നത് 2007 ഫെബ്രുവരി 5-നാണ്. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് നിലവിൽ വന്നത് 2007 ഫെബ്രുവരി 5-നാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി NCPCR അതായത് ദേശീയ ബാലാവകാശ കമ്മീഷൻ. NCPCRന്റെ പൂർണ്ണരൂപം നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നാണ്. അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2007 മാർച്ച് 5-നാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. NCPCR നിലവിൽ വന്നതെന്നാണ് 2007 മാർച്ച് 5-നാണ്. ആസ്ഥാനം ന്യൂഡൽഹി. NCPCR അല്ലെങ്കിൽ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ്? ചെയർപേഴ്സണെ കൂടാതെ 6 അംഗങ്ങൾ ആണ് ഉള്ളത്. അപ്പം മൊത്തം 7 അംഗങ്ങൾ. NCPCR അഥവാ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ശാന്ത സിൻഹ. NCPCRന്റെ പ്രഥമ അധ്യക്ഷ ശാന്ത സിൻഹയാണ്. NCPCRന്റെ നിലവിലെ അധ്യക്ഷ
പ്രിയങ്ക് കനുങ്കയാണ്. NCPCRന്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? പ്രിയങ്ക് കനുങ്ക. ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്ന് ചോദിച്ചാലും NCPCRും ഒന്ന് തന്നെയാണ്. NCPCR ചെയർപേഴ്സന്റെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. NCPCR ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സും മറ്റംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 62 വയസ്സുമാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും കേന്ദ്ര സർക്കാരാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും കേന്ദ്ര സർക്കാരാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്ന 3-അംഗ സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്ന 3-അംഗ സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രിയാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ്? 2013 ജൂൺ 3-ന്. ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് 2013 ജൂൺ 3-നാണ്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ ഉള്ളത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സും മറ്റംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 62 വയസ്സുമാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ്. ശൈശവ വിവാഹ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? 2006. ശൈശവ വിവാഹ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് 2006-ലാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? നീല ഗംഗാധരൻ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ നീല ഗംഗാധരനാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ KV മനോജ് കുമാർ ആണ്. ബാലവേല നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1986. ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത് 1986-ലാണ്. ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയിൽ ആരംഭിച്ച നിയമം ഏതാണ്? പോക്സോ നിയമം. പോക്സോ എന്നതിൻ്റെ പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രോം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നാണ്. ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച നിയമമാണ് പോക്സോ ആക്ട്. പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രോം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നാണ്. പോക്സോ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2012 ജൂൺ 19. പോക്സോ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19-നാണ്. പോക്സോ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2012 നവംബർ 14. പോക്സോ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 14-നാണ്. കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതാണ്? വനിതാ ശിശുക്ഷേമ മന്ത്രാലയം. കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയം വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ്. പോക്സോ നിയമപ്രകാരം എത്ര വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് നിയമ സംരക്ഷണം ലഭിക്കുന്നത്? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക്. പോക്സോ നിയമപ്രകാരം 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് നിയമ സംരക്ഷണം ലഭിക്കുന്നത്. പോക്സോ നിയമത്തിൽ ലൈംഗിക പീഡനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 11. പോക്സോ നിയമത്തിൽ ലൈംഗിക പീഡനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 11 പോക്സോ നിയമത്തിൽ ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 12. പോക്സോ നിയമത്തിൽ ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 12. പോക്സോ നിയമത്തിൽ ഒരു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 24. പോക്സോ നിയമത്തിൽ ഒരു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 24. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി കേന്ദ്ര ശിശുക്ഷേമ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ കംപ്ലൈൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് പോക്സോ ഇ ബോക്സ്.
കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി കേന്ദ്ര ശിശുക്ഷേമ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ കംപ്ലൈൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് പോക്സോ ഇ ബോക്സ്. പോക്സോ നിയമത്തിൽ വധശിക്ഷ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? പോക്സോ ഭേദഗതി നിയമം 2019. പോക്സോ നിയമത്തിൽ വധശിക്ഷ ഉൾപ്പെടുത്തിയത് പോക്സോ ഭേദഗതി നിയമം 2019 പോക്സോ നിയമത്തിൽ കുട്ടികളെ അശ്ലീല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും അതിനുള്ള ശിക്ഷാ നടപടികളും പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? സെക്ഷൻ 13 മുതൽ 15 വരെ. പോക്സോ നിയമത്തിൽ കുട്ടികളെ അശ്ലീല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും അതിനുള്ള ശിക്ഷ നടപടികളും പ്രതിപാദിക്കുന്ന വകുപ്പുകൾ സെക്ഷൻ 13 മുതൽ 15 വരെയാണ്. കുട്ടികളിൽ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കോടതിയാണ് സെഷൻസ് കോർട്ട്. കുട്ടികളിൽ ലൈംഗിക അതിക്രമത്തിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കോടതിയാണ് സെഷൻ കോർട്ട്. പോക്സോ ഭേദഗതി നിയമം 2019 ലോക്സഭ പാസാക്കിയതെന്നാണ്? 2019 ഓഗസ്റ്റ് 1. പോക്സോ ഭേദഗതി നിയമം 2019 ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 1. പോക്സോ ഭേദഗതി നിയമം 2019 രാജ്യസഭ പാസാക്കിയതെന്നാണ്? 2019 ജൂലൈ 24. പോക്സോ ഭേദഗതി നിയമം 2019 രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 24. പോക്സോ ഭേദഗതി നിയമം 2019 രാജ്യസഭയിൽ അവതരിപ്പിച്ചതാരാണ്? സ്മൃതി സുബിൻ ഇറാനി. പോക്സോ ഭേദഗതി നിയമം 2019 രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി സുബിൻ ഇറാനിയാണ്. പോക്സോ ഭേദഗതി നിയമം 2019 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2019 ഓഗസ്റ്റ് 5. പോക്സോ ഭേദഗതി നിയമം 2019 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2019 ഓഗസ്റ്റ് 5. പോക്സോ ഭേദഗതി നിയമം 2019 നിലവിൽ വന്നതെന്നാണ്? 2019 ഓഗസ്റ്റ് 6. പോക്സോ ഭേദഗതി നിയമം 2019 നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 6. പോക്സോ നിയമപ്രകാരം ഇരയായ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ട കാലാവധി 30 ദിവസത്തിനുള്ളിലാണ്. പോക്സോ നിയമപ്രകാരം ഇരയാകുന്ന കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ട കാലാവധി 30 ദിവസത്തിനുള്ളിലാണ്. അതുപോലെ പോക്സോ നിയമപ്രകാരമുള്ള കേസുകൾ തീർപ്പാക്കേണ്ട കാലയളവ് 1 വർഷത്തിനുള്ളിൽ തീർപ്പാക്കണം എന്നാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.